വാർത്തകൾ വിശദമായി. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ജെമല്ലി ആശുപത്രിക്ക് മുന്നിൽ ജപമാല ചൊല്ലി വിശ്വാസികൾ. ഇന്നലെ ഞായറാഴ്ചയും തലേനാൾ ശനിയാഴ്ചയും നടന്ന പ്രാർത്ഥനയിൽ വൈദികരും സന്യസ്തരും വിശ്വാസികളും ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്രാൻസിസ് പാപ്പയുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥനകൾ നടന്നുവരികയാണ്. അതേസമയം മാർപ്പാപ്പ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണെന്നാണ് വത്തിക്കാനിൽ നിന്നും പുറത്തുവരുന്ന വാർത്ത. ആശുപത്രിക്ക് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്റെ ശില്പത്തിനു ചുറ്റും നിന്നാണ് ജപമാല ചൊല്ലി വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത്. അതേസമയം ഫെബ്രുവരി 14 ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതു മുതൽ ജെമല്ലി ഹോസ്പിറ്റലിന് മുന്നിലെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്റെ രൂപം സ്ഥിതി ചെയ്യുന്ന സ്ഥലം വിശ്വാസികളുടെ സംഗമ സ്ഥാനമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പ്രത്യേക ജൂബിലി കുർബാനയ്ക്കായി ഒത്തുകൂടിയ 4000-ലധികം സ്ഥിരം ഡീക്കന്മാർക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ തയ്യാറാക്കിയ വചന സന്ദേശം ആർച്ച് ബിഷപ്പ് റീനോ ഫെസിച്ചില്ല വായിച്ചു. പാപ്പ തന്റെ ആശുപത്രി മുറിയിൽ നിന്ന് തയ്യാറാക്കിയ സന്ദേശമായിരുന്നു ഇത്. ഇന്നലെ ഞായറാഴ്ച റോമിലെ സെന്റ് ജോൺ ലാറ്റർ ബസിലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി റോം രൂപതയുടെ കർദിനാൾ വികാരി കർദിനാൾ ബെൽദസാരെ റീന വിശുദ്ധ കുർബാന അർപ്പിച്ചു. കർത്താവ് മാർപ്പാപ്പയെ തന്റെ കൃപയാൽ താങ്ങുകയും ആരോഗ്യ പ്രതിസന്ധിയെ നേരിടാൻ ശക്തി നൽകുകയും ചെയ്യുവാൻ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകാൻ വിശ്വാസികൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹോദരങ്ങളെ, ഞാനിപ്പോൾ ആയിരിക്കുന്നത് റോമിലെ ജെമല്ലി ആശുപത്രിയുടെ മുൻപിൽ നിന്നാണ്. ഈ ആശുപത്രിയിലാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അഡ്മിറ്റ് ആയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നമ്മളെല്ലാവരും പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യത്തിനും തിരിച്ചുവരവിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആശുപത്രിയുടെ മുൻപിലായിട്ട് ഒരു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ ഒരു തിരുസ്വരൂപമുണ്ട്. എൻ്റെ പുറകിലായി നിങ്ങൾക്കത് കാണാം. അവിടെ ധാരാളം ആളുകളാണ് ഓരോ സമയത്തും പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ധാരാളം വൈദികരും സിസ്റ്റേഴ്സും അൽമായരുമായിട്ടുള്ള ആളുകൾ ത്യാഗങ്ങൾ സഹിച്ച് പരിശുദ്ധ പിതാവിന് വേണ്ടി ജപമാല ചൊല്ലിയും മറ്റ് പ്രാർത്ഥനകൾ നടത്തിയും പ്രാർത്ഥിക്കുകയാണ്.